മഹാത്മാഗാന്ധിയുടെ പിതാവിന്റെ പേര് എന്താണ്? കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ സമാധി സ്ഥലം എവിടെയാണ്? രാജ്ഘട്ട്. രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? യമുന. ദേവസമാജം ആരംഭിച്ചത് ആരാണ്? ശിവനാരായൺ അഗ്നിഹോത്രി. പനനാർ ആശ്രമത്തിലെ സന്യാസി എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? വിനോബ ഭാവെ. കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ലോകഹിതവാദി എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആരാണ്? GH ദേശ്മുഖ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ എഴുതിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? ചൗരി ചൗര സംഭവം. ദീനബന്ധു എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? CF ആൻഡ്രൂസ്. അഹമ്മദിയ മൂവ്മെന്റ് ആരംഭിച്ചത് ആരാണ്? മിർസ ഗുലാം അഹമ്മദ്. കേരളത്തിലെ ആദ്യമെത്തിയ ഇംഗ്ലീഷുകാരൻ ആരാണ്? റാൽഫ് ഫിച്ച്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി. 1885 ബോംബെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നത്. ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി? ദാദാഭായ് നവറോജി. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1896 കൊൽക്കത്ത സമ്മേളനം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? JP കൃപലാനി. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തപ്പോഴത്തെ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു? BN ദാർ. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VD സവർക്കർ. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേര്? ശിപ്പായി ലഹള. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൽ പാണ്ഡെ. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരെയാണ്? നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം എന്താണ്? ദോണ്ട പന്ത്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഝാൻസി റാണി. ഭരണമാറ്റത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം? ദത്തവകാശ നിരോധന നിയമം. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് എന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. 1857 വിപ്ലവത്തിന്റെ ഫലമായി നാടു കടത്തപ്പെട്ട രാജാവ്? ബഹദൂർ ഷാ സഫർ. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് എന്താണ്? മണികർണിക. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? SB ചൗധരി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്വയംഭരണം. ഹോം റൂൾ എന്ന പദം ഇന്ത്യക്കാർ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? അയർലാൻഡിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്ന്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? ബാലഗംഗാധര തിലകൻ. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏതായിരുന്നു? അഹമ്മദാബാദ് മിൽ സമരം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്? 1919 ഏപ്രിൽ 13. നിസ്സഹരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ് ആരാണ്? മഹാത്മാഗാന്ധി.
നിസാരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. സ്വരാജ് പാർട്ടി രൂപീകൃതമായത് എന്നാണ്? സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം 1923 ജനുവരി 1. ബംഗാൾ വിഭജനത്തിനെതിരെ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ കവിത അമർ സോനാർ ബംഗള. ദി പോസ്റ്റ് ഓഫീസ് എന്നത് ആരുടെ കൃതിയാണ്? രവീന്ദ്രനാഥ ടാഗോർ. സരോജിനി നായിഡുവിനെ ഭാരത കോകിലം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഗാന്ധിജി. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ ഗാനം ഏതായിരുന്നു? രഘുപതി രാഘവ രാജാറാം. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം എന്തായിരുന്നു? ബർദോളി പ്രക്ഷോഭം. കൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായി ബിരുദം നേടിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. കൈതച്ചക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വിദേശീയർ? പോർച്ചുഗീസുകാർ. ബോൾഗാട്ടി പാലസ് പണിതത് ആരാണ്? ഡച്ചുകാർ. പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷം 1805. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം? പയ്യന്നൂർ. വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളുടെ പ്രതിനിധിയായി പങ്കെടുത്തത് ആരായിരുന്നു? സരോജിനി നായിഡു. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചാണ്? മണ്ണടി ക്ഷേത്രം. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സി രാജഗോപാലാചാരി. ഇന്ത്യയിൽ അടിമത്തം നിർത്തലാക്കിയ വർഷം 1843. ഗീതയിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞ മഹാൻ ആരാണ്? സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. അയ്യങ്കാളിയെ പുലേ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. ഇംഗ്ലീഷ് ആധിപത്യത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയ യുദ്ധം? പ്ലാസി യുദ്ധം. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ബാലഗംഗാധര തിലകൻ. ജനഗണമന ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡ്. ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ട വർഷം 1950. ദത്തവകാശ നിരോധന നിയമം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരാണ്? ഡൽഹൌസി പ്രഭു. ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? വില്യം ബെന്റിക് പ്രഭു. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇങ്ങനെ പറഞ്ഞ വ്യക്തി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത് ആരാണ്? റോബർട്ട് ക്ലൈവ്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ്. 1780 ഇതിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി ആരാണ്? ജനറൽ ഡയർ. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ജനയിതാവ് ആരാണ്? വിനോബ ഭാവെ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 1930 പ്രാധാന്യം എന്താണ്? ഉപ്പ് സത്യാഗ്രഹം. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട വർഷം 1948. ദേശീയ ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? കൽക്കട്ട സർവകലാശാല. മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? രാജ്ഘട്ട്. ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം 1931. ഗാന്ധിജി ജനിച്ചത് എന്നാണ്? 1869 ഒക്ടോബർ 2. സി ആർ ദാസ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ദേശബന്ധു. ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ സമ്മേളനം? ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. സ്വാതന്ത്ര്യ സമരകാലത്തെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെയാണ്? കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിൽ.
വാസ്കോഡ ഗാമ കോഴിക്കോടെത്തിയ വർഷം 1498. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ മഹാൻ ആരാണ്? ബാലഗംഗാധര തിലകൻ. സാരേ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവ. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധി സ്ഥലം എവിടെയാണ്? ശാന്തിവനം. മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1924. മൈ ലിറ്റിൽ ഡിറ്റക്ടർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? തൻ്റെ തൂക്കു കടികാരത്തെ. 1907 സൂററ്റ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? റാഷ് ബിഹാരി ഘോഷ്. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ട വർഷം 1939. സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം 1902. പഞ്ചാബിലെ നവജവാൻ ഭാരത് സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ്? ഭഗത് സിംഗ്. രാജ്യദ്രോഹ കുറ്റത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആദ്യമായി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് എവിടെ വെച്ചാണ്? അഹമ്മദാബാദിൽ വെച്ച്. നിസ്സഹരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെയാണ്? സൂററ്റിലെ ബർദോളി. ജനഗണമന ചിട്ടപ്പെടുത്തിയത് ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണം. ദ്രാവിഡർ കഴകം പാർട്ടി രൂപീകരിച്ചത് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? റിപ്പൺ പ്രഭു. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? IK കുമാരൻ മാസ്റ്റർ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അറസ്റ്റിലായപ്പോൾ ഗാന്ധിജി തടവ് അനുഭവിച്ചത് എവിടെയാണ്? അഗാഖാൻ കൊട്ടാരം. മഹാത്മാഗാന്ധി കുറച്ചു കാലം ബാരിസ്റ്റർ ആയി ജോലി ചെയ്തിരുന്നത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. കേശബ് ചന്ദ്ര സെൻ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രഹ്മസമാജം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു? ജോർജ് ആറാമൻ. ഇന്ത്യയുടെ 75ാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ അറിയപ്പെടുന്ന പേര്? ആസാദി കാ അമൃത് മഹോത്സവ്. ഇന്ത്യയുടെ 75ാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകാൻ രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ? നരേന്ദ്രമോദി. 2022 ജൂൺ 11 125ാം ജന്മവാർഷിക ദിനം ആഘോഷിക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി? രാം പ്രസാദ് ബിസ്മിൽ.